ഭാരതം മുഴുവൻ ഭാരതമാതാവ് എന്ന സങ്കല്പത്തിൽ വിരാജിക്കുമ്പോൾ കന്യാകുമാരി എന്ന സ്ഥലം പ്രതിനിധാനം ചെയ്യുന്നത് ഭാരതമാതാവിന്റെ കാൽക്കലുള്ള ഇടം. താൻ ആത്മീയ ധ്യാനത്തിന് തിരഞ്ഞെടുത്ത പുണ്യസ്ഥലമായ കന്യാകുമാരി ഭാരതമാതാവിന്റെ പാദങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഇടമാണ്. ഭാരതമാതാവിന്റെ കാൽക്കലിരുന്ന് ജീവിതത്തിലെ ഓരോ മുഹൂർത്തങ്ങളും ശരീരത്തിലെ ഓരോ അണുവും ഭാരതത്തിന്റെ സേവനത്തിനായി സമർപ്പിക്കുകയാണെന്ന് ആവർത്തിച്ചുറപ്പിക്കുക എന്നതായിരുന്നു താൻ തന്റെ ധ്യാനത്തിലൂടെ ചെയ്തത്. കന്യാകുമാരി വിവേകാനന്ദ പാറയിലെ ധ്യാനത്തിനു പിന്നാലെ അനുഭവക്കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാമി വിവേകാനന്ദന്റെ മൂല്യങ്ങളും ആദർശങ്ങളും ഉൾക്കൊള്ളുന്ന പുണ്യസ്ഥലം. ഈ പുണ്യസ്ഥലത്ത് വർഷങ്ങൾക്ക് ശേഷം ധ്യാനത്തിലിരിക്കാൻ അവസരം ലഭിച്ചതിൽ താൻ വളരെയധികം ഭാഗ്യവാനാണെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. ഈ ശിലാസ്മാരകത്തിലെ ധ്യാനം തന്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവമാണെന്നും ഭാരതമാതാവിന്റെ കാൽക്കലിരുന്ന ജീവിതത്തിലെ ഓരോ മുഹൂർത്തങ്ങളും ശരീരത്തിലെ ഓരോ അണുവും ഭാരതത്തിന്റെ സേവനത്തിനായി സമർപ്പിക്കുകയാണെന്ന് ആവർത്തിച്ചുറപ്പിച്ചതായി പ്രധാനമന്ത്രി കുറിച്ചു. ഇത്ര ശ്രേഷ്ഠമായ ഒരു ചിന്തയാണ് അത്. ഭാരതമാതാവിന്റെ കാൽക്കലാണ് താൻ ഇരുന്നത്. ആ കാൽക്കലിരുന്നാണ് താൻ തന്റെ സേവനങ്ങളെ, തന്റെ ഓരോ പ്രവർത്തനങ്ങളെ ഒരു വിലയിരുത്തൽ നടത്തിയതും ഇനിയും ഭാരതത്തിനു വേണ്ടി പ്രവർത്തിക്കും എന്ന പ്രതിജ്ഞ എടുത്തതും. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വർഷങ്ങൾക്ക് മുൻപ് ഭാരതമെങ്ങും സഞ്ചരിക്കവെയാണ് സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരിയിലെത്തി ധ്യാനമിരുന്നത് എന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഭാരതത്തിനൊരു പുതിയ ദിശാബോധം നൽകാൻ അദ്ദേഹത്തിന് മുന്നിൽ മാർഗം തെളിഞ്ഞത് ഇവിടെ നിന്നാണെന്നും പ്രധാനമന്ത്രി അനുഭവക്കുറിപ്പിന്റെ തുടക്കത്തിൽ കുറിച്ചിട്ടുണ്ട്. ആത്മീയ നവോത്ഥാന നായകനായ സ്വാമി വിവേകാനന്ദൻ തന്റെ ആദർശത്തിന്റെയും ആത്മീയതയുടെയും ഊർജ്ജത്തിന്റെയും ഉറവിടമാണ്. വിവേകാനന്ദ പാറയിലെ സന്ദർശനം അതുകൊണ്ട് തന്നെ തനിക്ക് ദൈവിക ഊർജ്ജം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചതിനു പിന്നാലെ വ്യാഴാഴ്ചയാണ് പ്രധാനമന്ത്രി ധ്യാനത്തിനായി കന്യാകുമാരിയിൽ എത്തിയത്. 45 മണിക്കൂർ നീണ്ടുനിന്ന ധ്യാനത്തിന് ശേഷം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് അദ്ദേഹം മടങ്ങിയത്. ഇനി കന്യാകുമാരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ യോഗശാസ്ത്രം അനുസരിച്ച് ഭാരതത്തിന്റെ മൂലാധാര ചക്രമാണ് കന്യാകുമാരി ക്ഷേത്രം. കാശി വിശ്വനാഥ ക്ഷേത്രമാണ് സഹസ്രാര പത്മം. കന്യാകുമാരി ദേവി ബാലാംബിക, ഹേമാംബിക പാലക്കാട്, കോഴിക്കോട് ലോകാംബിക, ലോകനാർക്കാവ്, മൂകാംബിക, ഇങ്ങനെ ഈ 4 ക്ഷേത്രങ്ങൾ കേരളത്തെ സംരക്ഷിച്ചു പോരുന്നത് എന്നാണ് വിശ്വാസം. ഈ 4 ക്ഷേത്രങ്ങളിലും ഒരു വർഷത്തിനുള്ളിൽ ദർശനം നടത്തിയാൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നും സങ്കല്പമുണ്ട്. 3000 വർഷത്തോളം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം. ബാണാസുരനെ വധിക്കാനായാണ് ദേവി അവതരിച്ചത്. പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് മറ്റൊരു വിശ്വാസം. ഇവിടെ ദേവിയുടെ വൈരമുക്കുത്തി ഏറെ പ്രസിദ്ധമാണ്. ക്ഷേത്രത്തിലേക്ക് വടക്കേ വാതിലിലൂടെ വേണം പ്രവേശിക്കാൻ. കിഴക്കേ വാതിൽ സ്ഥിരമായി അടച്ചിട്ടിരിക്കും. ചില വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഇത് തുറക്കൂ. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരെയും കടലിലൂടെ സഞ്ചരിക്കുന്നവരെയും ഒക്കെ ദേവി സംരക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം. ആദിപരാശക്തിയുടെ എല്ലാ അവതാരങ്ങളിലും ശിവൻ അവതരിക്കുകയും അവർ തമ്മിൽ വിവാഹിതരാവുകയും ചെയ്തിട്ടുണ്ട്. ദേവി കന്യാകുമാരിയും സുന്ദരേശ്വരനുമായി മാത്രം വിവാഹം നടന്നില്ല. കോഴി കൂവുന്നതിന് മുൻപ് എത്താം എന്ന് ഭഗവാൻ വാക്കുകൊടുത്തിരുന്നു. എന്നാൽ യാത്രാമധ്യേ കോഴി കൂവുന്നത് കേട്ട് ഭഗവാൻ തിരിച്ചുപോയി. കല്യാണം മുടങ്ങി. കോഴിയായി എന്നാൽ നാരദനാണ് കൂവിയത്. കല്യാണം മുടങ്ങി ദേവി കന്യകയായി നിന്നാലേ ബാണാസുരനെ വധിക്കാൻ സാധിക്കൂ. അതിനാൽ ദേവന്മാരുടെ ആവശ്യപ്രകാരമാണ് നാരദൻ ഇങ്ങനെ പ്രവർത്തിച്ചത്. കന്യാകുമാരി ദേവിയോട് ഭ്രമം തോന്നിയ ബാണാസുരന്റെ വിവാഹാഭ്യർത്ഥന ദേവി നിരസിച്ചതിനാൽ യുദ്ധത്തിനായി വന്ന ബാണാസുരനെ ദേവി ചക്രായുധം കൊണ്ട് കൊല്ലുകയാണ് ഉണ്ടായത്. 51 ശക്തിപീഠങ്ങളിൽ ഒന്നാണ് കന്യാകുമാരി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹോദരിയാണ് കന്യാകുമാരി ദേവി എന്നും വിശ്വസിക്കപ്പെടുന്നു. കേരളീയ സമ്പ്രദായ പ്രകാരമുള്ള പൂജകളാണ് ഇവിടെ നടക്കുന്നത്. അവിവാഹിതരായവർ ദേവിയോട് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് വിവാഹം നടക്കും എന്നാണ് മറ്റൊരു വിശ്വാസം. ആളുകൾ അത് ശരിവയ്ക്കുകയും ചെയ്യുന്നു. എന്തായാലും കന്യാകുമാരി എന്ന് പറയുന്ന ആ ഒരു പുണ്യയിടം നമുക്കൊക്കെ പണ്ടൊരു ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് കന്യാകുമാരിയിലേക്ക് ടൂർ പോകുന്നു, അല്ലെങ്കിൽ കന്യാകുമാരിയിലേക്ക് യാത്ര പോകുന്നു എന്നതൊക്കെ ഒരു വലിയ സംഭവമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. അതുപോലെ തന്നെ സ്കൂൾ വിട്ടു, അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും വലുതായി, കുടുംബങ്ങളായി, കുട്ടികളായി, അപ്പോഴും കന്യാകുമാരിയിലേക്ക് ഒരു ഷോർട്ട് ട്രിപ്പ് അതെപ്പോഴും തിരുവനന്തപുരത്തുകാർക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു വസ്തുതയാണ്. അത് തന്നെയല്ല തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല, കേരളത്തിൽ മുഴുവനുള്ളവരും കന്യാകുമാരിയിൽ എത്താൻ എപ്പോഴും കൊതിക്കാറാണ്. കാരണം അവിടുത്തെ സൂര്യാസ്തമയവും സൂര്യോദയവും ഒക്കെ തന്നെ ഇനി ഈ കാഴ്ചകൾക്കപ്പുറം അവിടെ ഒരു ആത്മീയ തലത്തിലുള്ള ഒരു സ്കോപ്പ് ഉണ്ട് എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത, ഭാരതത്തിന് പഠിപ്പിച്ചു കൊടുത്ത, ഭാരതത്തിന് അത്തരത്തിലൊരു സന്ദേശം നൽകിയ ഒരു വ്യക്തിയായി മാറുക കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം ചെയ്യുന്നതൊന്നും വെറുതെ ആകാറില്ല. വെറുതെ അദ്ദേഹം ഒന്നും ചെയ്യാറുമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.